ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ് കേട്ടോ. ഈ പുതുപ്പള്ളി പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തു നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ കോട്ടയം നാമ്പടത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറിയത്. പുതുപ്പള്ളി പള്ളി വഴി പോകുന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. പുതുപ്പള്ളി പള്ളി എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടില്ലേ? കോട്ടയത്തു നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഈ ബസ് നേരെ പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിൽ നിർത്തുമെങ്കിലും ഞാൻ ബസ് ഇറങ്ങിയത് കവലയില്ല കേട്ടോ. ബസ് ഇറങ്ങിയതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡയറക്ഷൻ ബോർഡ് ഇരിപ്പുണ്ട്. കറുവച്ചാൽ 12 കിലോമീറ്റർ നേരെ, തെങ്ങണ വലത്തേക്കാണ് 12 കിലോമീറ്റർ, മണർകാട് ഇടത്തേക്ക് 4 കിലോമീറ്ററാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതുപ്പള്ളി പെരുന്നാൾ 2024 മെയ് 5, 6, 7 ഭക്തജനങ്ങൾക്ക് സ്വാഗതം ഒരു ആർച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 6-ാം തീയതി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ബസ് നിർത്തുന്നത്. സെൻറ് തോമസ് ഗവൺമെൻറ് വെക്കേഷണൽ HSS സ്റ്റേഡിയം എന്ന് എഴുതിയിരിക്കുന്നതാണ്. നമ്മളീ പോകുന്നതിൻ്റെ വലത് സൈഡിൽ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഗുരുദേവ ക്ഷേത്രം കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് പുതുപ്പള്ളി കവല. ഇവിടെ കംപ്ലീറ്റ് തോരണങ്ങളൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വലത്തേക്കാണ് പോകേണ്ടത്. ഈ റോഡ് സൈഡിലുള്ള കടകളുടെ ഫ്രണ്ടിലൊക്കെ പല തരത്തിലുള്ള കുടകളൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചെറിയ LED ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇനി പുതുപ്പള്ളി കവലയൊക്കെ കാണിച്ചൊന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വ്യത്യാസമായിട്ടൊന്നും ഇവിടെ കാണാനില്ല. ഈ പുതുപ്പള്ളി പള്ളിയുടെ അടുത്തെത്താറായപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ജോർജിയൻ പബ്ലിക് സ്കൂൾ കാണാം. റോഡിൻ്റെ വലത് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാവകളും ഒക്കെ കച്ചവടം ചെയ്യുന്ന ഷോപ്പുകൾ കാണാം. അതിൽ ഈ മൈക്കിൻ്റെ സൗണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴേ കാണാം പള്ളിയുടെ അവിടെ തിരക്ക്. പള്ളിയുടെ ഈ ഗ്രൗണ്ടിൽ സൈഡിലെല്ലാം ഭയങ്കര കച്ചവടമാണ്. പ്ലാസ്റ്റിക്കിന് ചീപ്പ് വിൽക്കുന്നവരുണ്ട്, തടിയുടെ തവിയൊക്കെ വിൽക്കുന്നവരുണ്ട്. ഇനി മൈലാഞ്ചിയുടെ ഇതിൽ അച്ചില്ലേ അത് വിൽക്കുന്ന കടയുണ്ട്. പിന്നെ കളിപ്പാട്ടമാണ് മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്. ഇങ്ങനെ കടുവ, പുലി, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഇതെല്ലാം കിടക്കുന്നത്. ഞങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള മയിലിൻ്റെ രൂപത്തിലുള്ള അത് വട്ടത്തിൽ കറങ്ങുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബൈക്കിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വട്ടത്തിൽ കറങ്ങുന്നതാണ്. പിന്നെ ഈ ജമ്പിങ് എന്നൊരു നെറ്റൊക്കെ ഇട്ടിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ മെഴുകുതിരി സ്റ്റാൻഡാട്ടോ വെച്ചിരിക്കുന്നത്. കുറേ പുസ്തകങ്ങളും കർത്താവിൻ്റെ രൂപങ്ങളും ഫോട്ടോകളും കൊന്തകളും എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ വിൽക്കാനായിട്ട്. ഇവിടെ നല്ല തിരക്ക് കണ്ടപ്പോൾ ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയാണ് എന്നെ സംഭവം. ഞാൻ വിചാരിച്ച എന്തോ ഫ്രീ കൊടുക്കുന്നതെന്ന്, പക്ഷേ അതല്ല. അപ്പോൾ അത് സോഡാരങ്ങയെല്ലാം കച്ചവടം ചെയ്യുന്നൊരു കടയായിരുന്നു കേട്ടോ. കച്ചവടം പൊടി പൊടിക്കുക, നല്ല ചൂടല്ലേ. ധാരാളം ഇതുപോലത്തെ കച്ചവടങ്ങളാണ്. മാല, വള, ലേഡീസിനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നിറച്ച് കച്ചവടമാണ്. പിന്നെ നല്ല രസമുള്ള പാവകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ട് വശം. ഈ പള്ളി 3 പള്ളികൾ ചേർന്നതാണ്. ഈ കാണുന്നതാണ് പള്ളിയുടെ ഫ്രണ്ടിലുള്ള കൽക്കുരിശ്. ഇത് മാർബിളിൽ തീർത്താണ്. ആ കുരിശ് ഗോൾഡ് കളറിൽ ഓർണമെന്റൽ ഡിസൈൻസ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഇതാണ് പള്ളിയുടെ ഉയരം കൂടിയ കൊടിമരം. നല്ല ഹൈറ്റായി ഈ കൊടിമരത്തിന്. പള്ളിയുടെ ഇടതും വലതും സൈഡിലേറ്റ് മണിഗോപുരങ്ങൾ കാണാം. ഇപ്പോൾ നിറച്ച് ഈ LED ലൈറ്റ് ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നുണ്ട്.
നമുക്ക് ആ മണിയൊന്നും കാതിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിലെ ഒരു മണി എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കാവുന്ന ആണ് പഴയ മണി. പിന്നെ മറ്റൊന്നുള്ളത് 1105 കിലോഗ്രാം ഭാരമുള്ളതാണ്, പുതിയതായിട്ട് പണി കഴിപ്പിച്ച്. ഭയങ്കര തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തേക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചാൽ എന്താ ഈ തിരക്കെന്ന്. പള്ളിയുടെ നേർച്ചവളം അല്ലേ? അതാണ് അവിടെ നിന്ന് അത്രയും ഇത് പോകണ തീരുവോ? ഈ കാണുന്നത് മെയിൻ എൻട്രൻസാ. അപ്പോൾ ഇവിടെ കയറ് കെട്ടി മറച്ചിരിക്കുക. എന്നുവെച്ചാൽ അപ്പുറത്തെ പള്ളി ചുറ്റി ഇങ്ങനെ ആളുകൾ ഈ നേർച്ച അടിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയല്ലേ. ഇവിടുന്ന് നേരിട്ട് ആ ക്യൂവിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഈ മെയിൻ എൻട്രൻസിന് കയറ് കെട്ടി തടഞ്ഞിരിക്കുക. അപ്പോൾ വഴി കിടക്കാൻ ശ്രമിക്കുന്നവരായിട്ട് വാക്കുകാർക്കും ഉണ്ടാകുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ അകത്തോട്ട് കയറാനായിട്ട് യാതൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അടുത്തേക്കുന്ന ഒരു ചേട്ടൻ്റെ ചോദിച്ചു എങ്ങനെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു പള്ളിയുടെ പുറകിൽ കൂടി ഒരു ഇടവഴിയുണ്ട്, ആ വഴി കൂടെ ചെന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് ചിലപ്പോൾ കയറാൻ സാധിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടുത്തെ ഗേറ്റും അടച്ചിരിക്കുക, കൊച്ചും കുട്ടിയും അമ്മമാരും എല്ലാം മതിലിയാടി കിടക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാമറയും പിടിച്ച് എങ്ങനെ മതിലിയാടെന്ന് ആലോചിക്കുമ്പോഴാണ് എന്തോ ഭാഗ്യം പോലെ ആ ഗേറ്റ് തുറന്നു കിട്ടി. ഓ, ഒരു വിധത്തിലകത്ത് കയറി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പള്ളിയുടെ ഹാളാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള മുത്തുകുടകളൊക്കെ വെച്ചിട്ടുണ്ട്. കുടയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. 50 രൂപ റേറ്റ് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചിലപ്പോൾ പോയിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറിയേക്കാം. ഇത് 3 പള്ളി ചേർന്ന പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആദ്യത്തെ പള്ളിയായി കാണുന്നത് 1557 വാഴക്കുളത്തിനടുത്ത് സെൻറ്റ് മേരീസ് എന്ന പേരിൽ കൊച്ചുപള്ളിയാണ് ഈ പള്ളി ആദ്യം സ്ഥാപിതമായത് കേട്ടോ. പിന്നീട് ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് മാറ്റി സെൻറ്റ് ജോർജ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ള ചുവർച്ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഇട സൈഡിൽ കണ്ടത് സെൻറ്റ് മേരിയുടെ പള്ളി കേട്ടോ. ഇവിടുത്തെ പ്രധാന അൾത്താര സെൻറ്റ് ജോർജിൻ്റെ പേരിലുള്ളതാണ്. അതാണ് നമ്മൾ ഈ നടുക്കത്തെ പള്ളിയിൽ കാണുന്നത്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് മറ്റ് 2 അൾത്താരയുള്ളത്. ഈ ഒരു പെരുന്നാൾ ദിവസം മാത്രമേ ഈ ഒരു പൊന്നിൻ കുരിശ് നമുക്ക് വെളിയിൽ കാണാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വെള്ളി നിറത്തിലുള്ള കുരിശും നമുക്കിവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ പള്ളി എന്ന് പറയുന്നത് സെൻറ്റ് ബെഹനാൻ്റെ പേരിലുള്ള പള്ളിയാണ്. പഴയ രീതിയിലുള്ള ആ ഒരു തൂക്കുകളൊക്കെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.